ഞാൻ ഇന്ദിരാപുരം വഴി പോവുകയായിരുന്നു. 3-4 വർഷം മുൻപുള്ള കാര്യമാണ്. പെട്ടെന്ന് എന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു കോഴി ഓടി വന്നു. അവൻ രക്ഷപ്പെട്ട് OT റോഡിലേക്ക് വന്നു. വണ്ടി കയറി മരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇവന്റെ കൂടെ കഴിയാൻ എനിക്ക് കഴിയില്ല എന്ന ഭാവമായിരുന്നു അവന്. ഞാൻ ബ്രേക്ക് ഇട്ടു. അവൻ രക്ഷപ്പെട്ടു. പുറകെ വന്ന കശാപ്പുകാരൻ അവനെ പിടിച്ചു കൊണ്ടുപോയി. ഞാൻ വണ്ടിയെടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മടങ്ങിപ്പോകണം. ഞാൻ മടങ്ങിച്ചെന്നു. ഇപ്പോൾ റോഡിലൂടെ ഓടിയ ആ കോഴിയെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ അയാൾക്ക് അത്ഭുതം ചോദിച്ചു, നിങ്ങളും ഇത് കഴിക്കുമോ? ഒരു കോഴിയെ തൊടുന്നത് എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അത് അപകടകാരി കൂടിയായിരുന്നു. ഞാൻ അവനെ ബോധസ്ഥലിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 2.5 വർഷം അവൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഉഷാർ കോഴിയായിരുന്നു അവൻ. പോകുമ്പോൾ അവന് 8-10 കിലോ തൂക്കമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്കറിയാം, അവൻ ഓടിക്കാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബോധസ്ഥലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം അവനെ നേരിടണമായിരുന്നു. അവിടെ മുഴുവൻ അവൻ അഴിച്ചുവിട്ട നിലയിലായിരുന്നു. പുതിയ ആളെ കണ്ടാൽ അവനൊട്ടും സമ്മതിക്കില്ല. നീ ആരാണ്? എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന ഭാവമായിരുന്നു അവന്. അവൻ ആളുകളെ ഓടിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഇപ്പോഴുമുണ്ട്. ജിത്തു എന്നാണ് നമ്മൾ അവന് പേരിട്ടത്. അന്ന് തന്നെ അവൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു. അവൻ രക്ഷപ്പെടേണ്ടവനല്ലായിരുന്നു. പക്ഷേ അവൻ വ്യത്യസ്തമായ എന്തോ ഒന്ന് ചെയ്തു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ ജീവനും അവൻ പുറത്തെടുത്തു. നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നത്ര ധൈര്യമെങ്കിലും കാണിക്കൂ. കോഴി ധൈര്യം കാണിച്ചാൽ ദൈവം സഹായിക്കും. സഹായങ്ങൾ വരും, തുണയുണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. അല്പം വിശ്വാസം വയ്ക്കൂ. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ തന്നെ പരമാവധി എന്ത് സംഭവിക്കും? നിങ്ങൾ മരിക്കും. അവിടെ ഇരുന്നാലും നിങ്ങൾ മരിക്കുമായിരുന്നു. അവിടെയുള്ള എല്ലാ കോഴികളെയും എന്റെ വണ്ടിയിൽ കയറ്റാൻ ഞാൻ അവനോട് പറഞ്ഞില്ല. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആരാണ് രക്ഷപ്പെട്ടത്? ധൈര്യം കാണിച്ചവൻ. അവന് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവൻ ചെയ്തു. ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. ഇതിൽ ഒരുപാട് യുക്തിയൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ഞാനൊരു വെറും കോഴിയല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കുടുങ്ങിപ്പോയല്ലോ. പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നൊന്നും പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കരുത്. എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്ന് നമുക്കറിയില്ല. നമ്മൾ മുന്നോട്ടോടുന്നു. തന്റെ ചിറകുകൾ അടിച്ചു വീശി ജീവൻ പണയം വെച്ച് കശാപ്പുകാരന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് റോഡിലേക്ക് OT വരുമ്പോൾ മാത്രമാണ് ദൈവം ആ കോഴിയെ സഹായിക്കുന്നത്. അവൻ പറയുന്നു, എന്ത് സംഭവിച്ചാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലതായിരിക്കും എന്ത് സംഭവിച്ചാലും. ജിത്തു തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഭാവിക്ക് വേണ്ടി ചിന്തിക്കരുത്. വർത്തമാനകാലത്തിനെതിരെ കലാപം ചെയ്യൂ. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ വർത്തമാനകാലം എന്നും പഴയതുപോലെ തന്നെ തുടരും.